അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, പ്രഭാഷകൻ 14:13 മരിക്കുന്നതിന് മുൻപ് സ്നേഹിതന് നന്മ ചെയ്യുക, ആവുന്നത്ര ഉദാരമായി അവനോട് പെരുമാറുക. സ്വന്തം കുടുംബാംഗത്തെ പോലെയായിരിക്കും ഒരു സ്നേഹിതനോട് മനസ്സിൽ സൂക്ഷിച്ച് ബന്ധം പുലർത്തുക. അപ്പോൾ ഒരു പ്രതീക്ഷ വളരും. ഞാൻ അവനോട് പറഞ്ഞാൽ അവൻ എന്നെ മനസ്സിലാക്കും, അവനോട് ചോദിച്ചാൽ അവനുണ്ടെങ്കിൽ അവൻ എനിക്ക് തരും എന്നൊക്കെ ഉള്ളിലൊരു സ്നേഹത്തിൻ്റെ നിറവിൽ ആ ബന്ധത്തിൻ്റെ പേരിൽ നല്ല നല്ല മെനഞ്ഞെടുത്ത ബന്ധങ്ങളുടെ നാരുകൾ കാണും. അതൊന്നും പൊട്ടിക്കരുത്. വചനം പറയുകയാണ്, ആവുന്നത്രയ്ക്ക് ഉദാരമായി അവനോട് പെരുമാറണം. കാരണം എത്രമേൽ ഔദാര്യം ലഭിക്കുമെന്ന് അവൻ്റെ പ്രതീക്ഷയിൽ, സ്നേഹിതൻ്റെ പ്രതീക്ഷയിൽ ഉണ്ടോ, അതൊരു തരി പോലും കുറവ് വരുത്താതെ അവൻ്റെ മനസ്സ് ഉള്ളത്താലെ കൈക്കൊണ്ടിട്ട് വേണം പെരുമാറാൻ. അധ്യാപകർ കുട്ടികളോട് ചോദിക്കും, നിങ്ങൾക്ക് മനസ്സിലായോ? ചില ഭാര്യമാർ ഭർത്താവ് പെരുമാറിയതിൻ്റെ ദൂഷ്യവശങ്ങളെ ഉൾക്കൊണ്ടിട്ട് പറയും, നിങ്ങളൊന്നും എന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന്. ഞാൻ ആയിരിക്കുന്ന അവസ്ഥ, ഞാൻ പറഞ്ഞൊരു കാര്യം, എൻ്റെ മനസ്സിലുള്ളത് നിൻ്റെ മനസ്സിലേക്കായോ? മനസ്സിൽ തട്ടിയ, ഹൃദയത്തിൽ നിറച്ച, ബുദ്ധിശക്തിയുടെ ഓർമ്മ മണ്ഡലങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നൊരു കാര്യം ഞാൻ അധരങ്ങളിലൂടെ അങ്ങോട്ട് പായിച്ചത്, എൻ്റെ മനസ്സിലുള്ളത് നിൻ്റെ മനസ്സിൽ വന്നു ഭവിച്ചോ, വന്നു കയറിയോ എന്ന് ചോദിക്കും. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ സ്നേഹിതനാണ് ചോദിക്കുന്നത്, നന്മ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ മരിക്കുന്നതിന് മുൻപ്, അതായത് ഞാൻ മരിച്ചിട്ട് സ്നേഹിതന് കുടുംബാംഗങ്ങൾക്ക് കുറേ എഴുതി വെച്ചു, മരണപത്ര പ്രകാരം എന്തൊക്കെയോ കിട്ടും, ഒരു കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ ആവുന്നത്ര നന്മ ചെയ്യുക, ആവുന്നത്രയ്ക്ക് ഉദാരമായി പെരുമാറുക. അത് ജീവനോളം വലുതന്നെ. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.